ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയാണ്. ന്യൂ ഇയറിന് മുന്നേ ഞാനൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അന്ന് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതിനുശേഷം. അപ്പോൾ അറിയാമല്ലോ നമുക്ക് മക്കളുടെ വയ്യാഴികയും പിന്നെ എക്സാമും വെക്കേഷൻ ആകുമ്പോഴുള്ള തിരക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പുറമേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡീപ്പായിട്ട് പാത്രങ്ങളെല്ലാം എടുത്ത് വൃത്തിയാക്കി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നും അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ഇതിനി നീട്ടി വെച്ച് കൊണ്ടുപോയാൽ പിന്നെ ഇത് നമുക്ക് തന്നെ പാടാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും സ്കൂളിലേക്കും ജോലിക്കും ഒക്കെ പോയ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലത്തെ കഴിച്ച പാത്രങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ ആദ്യം അതെല്ലാം ഒന്ന് കഴുകി സാധാരണ പോലെ ഡെയിലി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡെയിലി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 12 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ മോർണിംഗ് റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്തു വെക്കുന്നത്. അതായത് 2 കബോർഡും ഒന്ന് വൃത്തിയാക്കി വെക്കുക. എന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലെ പാത്രങ്ങളെല്ലാം എടുത്ത് വൃത്തിയാക്കണം, ഷെൽഫുകൾ വൃത്തിയാക്കണം. ഈ പണിക്ക് നിന്നാൽ കുറച്ച് സമയം പോകുന്നത് കൊണ്ട് ആദ്യത്തെ ദിവസം ഇതങ്ങ് ചെയ്തു വയ്ക്കാം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കിച്ചണിൻ്റെ വലുപ്പവും പാത്രങ്ങളുടെ എണ്ണവും ഒക്കെ അനുസരിച്ചിരിക്കുമല്ലോ നമുക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത്. എനിക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വരാൻ. ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്ന ഈ കബോർഡ് ഇവിടെ പാത്രങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ മിക്കതും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ. പിന്നെ മിക്സിയുടെ ജാറ്, കുപ്പിപ്പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ ഒക്കെ കുറേ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് താഴോട്ടെടുത്ത് മാറ്റിയിട്ട് ഞാൻ അപ്പുറത്തെ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇപ്പുറത്തേക്കാണ് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുന്നത്. എല്ലാം കഴുകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കഴുകേണ്ട ആവശ്യമില്ല, തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയുകയാണേ, എൻ്റെ ഹോം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയ്ക്കാണ് കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതും വ്യൂ കൂടുതൽ കിട്ടിയതും. ഷോർട്സ് അല്ല, വീഡിയോയിൽ. അപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാതെ ചെയ്യുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഞാനതിൽ എല്ലാ റൂമുകളും പല ദിവസം ചെയ്ത കാര്യങ്ങൾ ഒറ്റ വീഡിയോയിലാണല്ലോ കാണിച്ചത്. അപ്പോൾ പലതും കട്ട് ചെയ്ത് പോയതുകൊണ്ടാവും. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാനിത് 2 പാർട്ടായിട്ടിടാമെന്ന് വിചാരിച്ചത്. പിന്നെ ലെങ്ത് കൂടിപ്പോയാലും എല്ലാവർക്കും കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ തന്നെ ഞാൻ ആ കബോർഡിലെ പ്ലേറ്റുകളെല്ലാം താഴെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികളെല്ലാം ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുപ്പികളൊക്കെ. അതെല്ലാം താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ്സുകളാണ്. ഇതൊന്നും നമ്മൾ എന്തായാലും ഡെയിലി എടുക്കുന്നതല്ല. അപ്പോൾ അത് ആദ്യം തന്നെ കഴുകി നമുക്ക് വെയിലത്തേക്ക് ഉണങ്ങാൻ വയ്ക്കാം. പിന്നെ ഇത് ആ ബേസിനൊന്ന് തുടച്ചിട്ട് പൊടികൾ ഇട്ട് വെക്കുന്ന കുപ്പികളെല്ലാം പുറമേ ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പൊടികളെല്ലാം മാറ്റിയിട്ടൊന്നും കുപ്പി ഇപ്പം കഴുകി വെക്കുന്നില്ല കേട്ടോ. അത് തീരുമ്പോഴാണ് അത് കഴുകാറുള്ളത്. അതായത് നമ്മുടെ അത്യാവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെ ചെറിയ ചെറിയ പൊടികൾ, കടുക്, ജീരകം, അതൊക്കെയാണ് നമ്മൾ ഈ സൈഡിലുള്ള ഷെൽഫിൽ വെക്കാറ്. ഇപ്പം തന്നെ ഇതെല്ലാം തുടച്ച് മാറ്റുന്നത് പിന്നെ എടുത്ത് വെക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അല്ലെങ്കിൽ കബോർഡെല്ലാം തുടച്ചിട്ട് പിന്നെ ഇതൊന്ന് കഴുകി തുടച്ച് വരുമ്പോഴേക്കും പിന്നെയും നമുക്ക് സമയം പോവും. അതുമാത്രമല്ല നമ്മൾ തിരിച്ചെടുത്ത് വെക്കാറാകുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയും ചെയ്യും. എല്ലാ സാധനങ്ങളും കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് മുഴുവനൊന്നും ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെക്കാം. ഇതിപ്പോൾ വളരെ ചെറിയൊരു കിച്ചണാണല്ലോ, അതുകൊണ്ട് ഇവിടെ പരിമിതികളുണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. കാണുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അല്ലേ ഇത് എത്ര സമയം എടുക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ഇതാ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷെൽഫിൻ്റെ ഉള്ളിലൊന്ന് തുടച്ച് മാറ്റാവേ. ആദ്യം ചെറുതായിട്ട് നനച്ച ഒരു തുണിയും കൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. അതിൻ്റെ താഴെയും മുകളിലും ആ ഭിത്തിയുടെ സൈഡ് ടൈലിൻ്റെ അവിടെയും എല്ലാം ഒന്ന് തുടയ്ക്കണം. പിന്നെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് രണ്ടാമതൊന്നും കൂടെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ പൊടികളൊന്നും അധികം ഇല്ലെങ്കിലും ഈ സൈഡിലൊക്കെ ചിലപ്പം വല പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ തൂക്കണം. മേളത്തെ തട്ടിൽ ഞാനങ്ങനെ പേപ്പറൊന്നും ഇട്ടിരുന്നില്ല കേട്ടോ, അവിടെയൊന്നും നനഞ്ഞതൊന്നും അധികം വെക്കുന്നില്ലല്ലോ. പക്ഷെ താഴത്തെ തട്ടിലാണ് പേപ്പറൊക്കെ ഇട്ടിരുന്നത്. എപ്പോഴും സാധനങ്ങൾ എടുക്കുകയും വെക്കുകയും കൂടുതൽ ചെയ്യുന്നത് ഈ താഴത്തെ തട്ടിൽ നിന്നായതുകൊണ്ടാണ്. പിന്നെ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുടച്ചിടുന്നത് നമ്മൾ ബാക്കിയുള്ള ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലങ്ങ് ഉണങ്ങിക്കിടക്കുമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ക്ലീനിങ് ടിപ്സൊക്കെ നമ്മൾ നോക്കി വെക്കുമെങ്കിലും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ. നമ്മളെപ്പോഴും എന്താണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ അങ്ങ് ചെയ്തു പോവും. പിന്നെ എൻ്റെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിൽ ഇതുപോലെ മാസ്ക് കെട്ടി തോർത്ത് എന്തെങ്കിലും കെട്ടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പ്രത്യേകം കുറേ കമൻസ് വന്നിരുന്നു കേട്ടോ.
അത് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിയത്. ഞാനിങ്ങനെ ചെയ്യാറേ ഇല്ലായിരുന്നു. എനിക്കങ്ങനെ പൊടി അടിക്കുന്നതുകൊണ്ടുള്ള തുമ്മലോ അലർജിയോ ഉണ്ടാവാറില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഇത്തവണ പക്ഷെ ഞാൻ അങ്ങനെ ഓർത്ത് ചെയ്തു കേട്ടോ. ഞാനൊരു തോർത്ത് കെട്ടിയാണ് ഈ വലയൊക്കെ അടിക്കാൻ നോക്കിയത്. അതിൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. ആ പൊടിയെല്ലാം തൂക്കുന്ന സമയത്താണ് ഞാൻ ഈ തോർത്തിങ്ങനെ കെട്ടി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ കാര്യം ഓർത്തത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം ഇതിൻ്റെ മുകളിൽ നിന്ന് പൊടിയെല്ലാം ഒന്ന് തൂത്ത് മാറ്റിയതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ഞാനൊന്ന് തുടച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തുടയ്ക്കുന്നത്. ഇവിടെ നിൽക്കാനും കുറച്ച് പാടാണ് കേട്ടോ, താഴത്തെ കൗണ്ടർ ടോപ്പ് തെന്നുന്നത് കൊണ്ട്. പിന്നെ ആ മേളിലുള്ള ഈശോൻ്റെ ഫോട്ടോയും അതിൽ നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ അങ്ങ് വെച്ചേ. ഇനിയാണ് കേട്ടോ ഞാൻ ഈ കബോർഡിൻ്റെ പുറം ഭാഗമൊക്കെ തുടയ്ക്കുന്നത്. ആദ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണല്ലോ തുടച്ചത്. പിന്നെ വലയൊക്കെ അടിച്ച് മുകളിൽ നിന്ന് പൊടിയൊക്കെ അടിക്കേണ്ടത് കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ കബോർഡിൻ്റെ പുറം ഭാഗം മുഴുവനും ഒന്ന് തുടച്ചെടുക്കാം. എപ്പോഴും ഞാൻ തുടയ്ക്കാൻ എടുക്കുന്നത് ഈ ഒരു തുണിയാണ് കേട്ടോ. ഇത് നല്ല എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മൈക്രോ ഫൈബറിൻ്റെ തുണിയൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് കഴുകി കഴിഞ്ഞാൽ അപ്പോഴേ ഇത് പോളിസ്റ്റർ മിക്സ് ആണല്ലോ. അപ്പോൾ ഇത് അഴുക്ക് അതിൽ പിടിച്ചിരിക്കില്ല. നമുക്ക് കഴുകി കഴുകി എടുക്കാം. ഇതൊരു ബെഡ്ഷീറ്റിൻ്റെ ആണ് കേട്ടോ. ബെഡ്ഷീറ്റാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. അത് കീറി കീറി കുറേ തുണികളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഭാഗവും തുടയ്ക്കാൻ വേണ്ടി ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് അത് കഴുകി കഴുകി അപ്പോൾ അങ്ങ് വിരിച്ചിടുക ചെയ്യുന്നത്. പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരുപാട് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴും നമുക്ക് അതുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളതും കൊണ്ട് നമ്മൾ ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടിലായതുകൊണ്ട് നമുക്കങ്ങനെ പുതിയത് വാങ്ങി യൂസ് ചെയ്യാൻ തോന്നാറില്ല. നമ്മുടെ വീട് അല്ലെ നമ്മളുടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണല്ലോ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തോന്നുന്നത്. ഇതിപ്പോൾ നൂലതിൽ പിടിച്ചിരിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ ഈ കബോർഡെല്ലാം തുടച്ച് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മോൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവന് ചുമ ഒട്ടും കുറവില്ലാന്ന്. അപ്പോൾ രാവിലെ നെബുലൈസേഷൻ ചെയ്യാൻ കൊണ്ടുപോകണമായിരുന്നേ. അതൊക്കെ കൊണ്ടുപോയി തിരിച്ച് വന്ന് കുറേ താമസിച്ചപ്പോൾ സ്കൂളിൽ വിടാനായിട്ടുള്ള സമയം കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനെ വിട്ടില്ല. അപ്പോൾ അമ്മ അവന് ചോറെടുക്കാനായിട്ട് ഇടയ്ക്ക് വന്നതാണേ. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ന്യൂസ് പേപ്പറും എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വൃത്തിയായിട്ടുണ്ടായിരുന്നു, വേറെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ന്യൂസ് പേപ്പർ ഒന്ന് നനച്ചിട്ട് തുടച്ചാലും വേറെ പൊടികളൊന്നും അതിൽ പറ്റിയിരിക്കാതെ മുഴുവൻ ഇങ്ങി പോന്നോളും, നല്ല ക്ലീനായി കിട്ടും. ഇത് ആദ്യം തുണി നനച്ച് തുടയ്ക്കുന്ന കൂടെ തന്നെ പേപ്പറും കൂടെ കൊണ്ട് തുടച്ച് പോകാമേ. ഞാൻ അങ്ങനെ തുടച്ച് പോകാൻ മറന്നു പോയതുകൊണ്ടാണ് രണ്ടാമത് ചെയ്യുന്നത്. അത് പക്ഷേ കുറച്ച് മെനക്കേടായേ. പിന്നെ ആദ്യം തന്നെ ഷെൽഫിൻ്റെ അകമൊക്കെ തുടച്ചിട്ടത് കൊണ്ട് ഇപ്പോൾ അവിടെ എല്ലാം നന്നായിട്ട് ഉണങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പേപ്പർ ഇടുകയാണേ. നേരത്തെ ഒറ്റ തട്ടിലാണ് പേപ്പർ ഇട്ടിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ചു 2 തട്ടിലും അങ്ങ് പേപ്പർ ഇട്ടേക്കാമെന്ന്. നേരത്തെ പ്ലാസ്റ്റിക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തട്ടിൽ. ഇത്തവണ ഞാൻ പ്ലാസ്റ്റിക് ഇടുന്നില്ല. നമ്മൾ താഴെ നിന്നിങ്ങനെ പാത്രങ്ങളൊക്കെ വലിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുളുങ്ങി അതിൻ്റെ ഇടയിലേക്കൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് പേപ്പർ മാത്രമേ ഇടുന്നുള്ളൂ. പേപ്പറും അങ്ങനെ ആവുമായിരിക്കും, എന്നാലും സാരമില്ല, ഞാൻ പ്ലാസ്റ്റിക് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടുന്ന് എടുത്ത പാത്രങ്ങളെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വെക്കണം. ഞാൻ ഒന്നിൻ്റെയും പ്ലേസ് ഒന്നും മാറ്റുന്നില്ല കേട്ടോ. ഞാനും അമ്മയാണല്ലോ ഇവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെന്ത് ചെയ്യുന്നു പിന്നെ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തിരിച്ചു വയ്ക്കാൻ നോക്കുന്നത്. ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് വന്നപ്പോഴേക്കും ഗ്ലാസ്സുകളെല്ലാം കഴുകി വെയിലത്ത് വെച്ചത് നന്നായിട്ട് ഉണങ്ങിയായിരുന്നേ. അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ യൂസ് ചെയ്യാത്ത ചെറിയ ചെറിയ കപ്പുകളുണ്ട്, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്നതെല്ലാം അതുപോലെ തന്നെ വെച്ചു. ഇനി താഴത്തെ തട്ടിലാണ് വെക്കാനുള്ളത്. അവിടെ കൂടുതലും ചെറിയ പാത്രങ്ങളാണ് വരുന്നത്. പിന്നെ മിക്സിയുടെ ജാറ്, പുട്ടുകുറ്റി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ സൈഡിലാക്കി വെക്കുന്നത് നമുക്ക് താഴെ നിന്ന് എടുക്കാൻ എളുപ്പമുള്ള രീതിയിലാണ്. അതിൻ്റെ പിടിയിൽ ഇങ്ങനെ വലിച്ചാൽ എടുക്കാമല്ലോ. താഴത്തെ തട്ടിൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ സ്പേസ് കുറവല്ലേ. മാക്സിമം ഞാനിങ്ങനെ സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇന്നൊന്ന് അടുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റും. എങ്കിലും ക്ലീൻ ചെയ്യുന്ന ദിവസമെങ്കിലും നല്ല വൃത്തിയായിട്ട് ഒരാഴ്ചത്തേക്കെങ്കിലും നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഓരോന്നോരോന്ന് അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കറണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ടേ. പിന്നെ ആ സൈഡിലെ കബോർഡ് കഴിഞ്ഞിട്ട് ഈ കബോർഡാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ പയർവർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ. പരിപ്പ്, പയർ, കടല, ചെറുപയർ, വൻപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കുപ്പിയിലാക്കി ഈ സൈഡിൽ വെക്കാറ്. അതാണെങ്കിൽ ഒരു ബ്രെഡ് ടോസ്റ്ററാണ് കേട്ടോ. എന്തോ വാങ്ങിച്ചപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മളിവിടെ വന്നിട്ട് ഇതൊക്കെ വെക്കാനുള്ളൊരു ഇതുകൊണ്ട് എപ്പോഴോ കയറ്റി അതിൻ്റെ മുകളിൽ വെച്ചതാണ്. എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നു പോലും ഇല്ല. അതുപോലെ തന്നെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതൊക്കെ
താഴെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് കരുതി മുകളിലോട്ടെടുത്ത് വെറുതെ വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉപകാരം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ അവിടെ ഇവിടെ മാറ്റി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളുടേതായിട്ടല്ല, ഈ വീട്ടുകാരുടെ തന്നെ. അവരിവിടെ ഉപേക്ഷിച്ചിട്ട് പോയ കുറേ പേപ്പറുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ വീട് തരുമ്പം അവർ ക്ലീൻ ചെയ്തിട്ടാണ് തന്നതെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു പുറമേയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതേ ഉള്ളൂ. അല്ലാതെ ഫുള്ളായിട്ടെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. അവരുടെ പേപ്പറുകളൊക്കെയാണ് ആ മുകളിൽ കിടന്നത്. ഞാനതെല്ലാം തൂത്ത് താഴേക്ക് ഇടുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന പോലെ നിൽക്കാനായിട്ടുള്ള ഒരു സ്റ്റൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വലയൊക്കെ ഒന്ന് അടിക്കാം. ഫുള്ളല്ല, ഞാൻ ഈ 2 സൈഡ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനൊന്ന് അടിച്ചു പോകുന്നുണ്ട് മുഴുവനായിട്ടും. എങ്കിലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് ബാക്കി ഫുൾ ക്ലീനിങ് നടത്തുന്നത്. ഇപ്പോൾ കബോർഡാണല്ലോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ പാത്രങ്ങളെല്ലാം എടുക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളത്, കുപ്പികളെല്ലാം മാറ്റി വയ്ക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കബോർഡ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ വെള്ളം കൊണ്ടും തുടയ്ക്കുന്നുണ്ട്, പിന്നെ മറ്റേ ഗ്ലാസ് ക്ലീനർ ലിക്വിഡ് ഉപയോഗിച്ചും തുടയ്ക്കുന്നുണ്ട്. അതെല്ലാം തുടച്ചിട്ട് നമുക്ക് അടച്ചിട്ടിട്ട് ഗ്ലാസ് എല്ലാം വൃത്തിയായിട്ട് തുടച്ച് മാറ്റണം. അപ്പോൾ അപ്പുറത്തെ കബോർഡിലേക്ക് പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് പുറകെ തന്നെ ഈ കബോർഡിൽ നിന്ന് ഞാൻ കുപ്പികളെല്ലാം എടുത്തിട്ട് ആ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചില കുപ്പികളിലേക്ക് ഇതൊക്കെ തീർന്നതൊക്കെ മാറ്റി കഴുകാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുതിയ കുപ്പി അങ്ങോട്ട് വെച്ചു. അതിലേക്ക് പിന്നെ നിറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഇപ്പോൾ ചെയ്താൽ സമയം പോകുമല്ലോ. പിന്നെ അല്ലാത്തത് കുറച്ച് തീരാറായിരിക്കുന്നതൊക്കെ കുപ്പികൾ അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. കഴുകാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് കഴുകി ഉണങ്ങി നമുക്ക് മാറ്റി വയ്ക്കാം. 2 കുപ്പികളൊക്കെ എക്സ്ട്രാ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മാറ്റി വേറൊരു കുപ്പിയിലേക്കൊക്കെ ഇട്ട് വയ്ക്കാം. നമുക്ക് കുപ്പിയുടെയൊക്കെ എണ്ണം അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ ടാർഗറ്റ് ചെയ്ത 2 സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കബോർഡ് 2ഉം വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം തുടയ്ക്കുന്നത് ഒരു ഡെയിലി ക്ലീനിങ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിടവിട്ടോ ഒരാഴ്ചയിൽ ഒന്നോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഈ സംഭവങ്ങളൊക്കെ തുടച്ച് വയ്ക്കുക, കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ തുടയ്ക്കുക, തൂക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് ക്ലീനിങ് നടത്തുന്നത് കൊണ്ട് ഇവിടെ ഒന്നും ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കൂടെ തന്നെ അവിടെ ആ എണ്ണ വയ്ക്കുന്ന കുപ്പി, ഉപ്പിൻ്റെ പാത്രം, അതെല്ലാം ഒന്ന് തുടയ്ക്കുകയാണ്. പിന്നെ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. കഴുകി തുടച്ചങ്ങ് വയ്ക്കാം. ആ സ്റ്റാൻഡ് 2 ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം നിരത്തിയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഒരു സ്റ്റാൻഡാണ് ഓർഡർ ചെയ്തത്. അറിയാതെ കാർട്ടിൽ 2 കിടന്നു. ആ രണ്ടും അങ്ങ് ഓർഡർ ആയിപ്പോയി. 2 ഒരേ ദിവസം തന്നെ വരികയും ചെയ്തു. ഇനിയിപ്പോൾ ആ താഴെ നിന്നുള്ള എല്ലാ സാധനങ്ങളും ആദ്യത്തെ പോലെ തന്നെ ഇപ്പുറത്തെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ആ ഭാഗം എല്ലാം ഒന്ന് കഴുകി തുടയ്ക്കേണ്ടത്. പിന്നെ ഇന്ന് കഴുകുമ്പോൾ ഞാനിപ്പോൾ വിനാഗിരി, സോഡാപ്പൊടി അങ്ങനത്തെ ലിക്വിഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുമ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് കഴുകാറ്. നമ്മൾ പിന്നെ മീൻ, ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ കഴുകുമ്പോഴൊക്കെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോഴും കഴുകുമ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. ഇന്ന് പിന്നെ ഞാൻ വേഗം അങ്ങ് കഴുകി ഇടുകയാണ്. കാരണം സമയം കുറച്ചായി, 3 മണി കഴിഞ്ഞു. മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നാൽ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ താമസിക്കും. ഇനിയിപ്പോൾ ഇവിടെ തൂക്കാനൊക്കെ കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ഡിഷ് വാഷ് മാത്രം എടുത്തിട്ട് അവിടെ എല്ലാം ഒന്ന് കഴുകിയിട്ട് തുടച്ചിടുകയാണേ. ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ക്ലീനിങ്ങിനൊരു പ്ലാൻ ചെയ്തിട്ടല്ല ഇന്നത്തെ കാര്യങ്ങൾ ചെയ്തത്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴാണല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പോവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഇനി കഴുകാനുള്ളതെല്ലാം കഴുകി ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തൂത്ത് തുടച്ചങ്ങ് പോവാം. ഇന്ന് പിന്നെ വൈകിട്ടത്തേക്കാണെങ്കിലും ഞാനവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു കേട്ടോ. ബ്രെഡ് വാങ്ങിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ആക്കിയാണ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. തുണി ഇടയ്ക്ക് വിരിച്ചിടാൻ പോയി, അതെടുക്കാൻ പോയി. പിന്നെ മോള് വന്ന സമയത്ത് അവൾക്കുള്ള പാലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ചെയ്തിങ്ങനെ വീഡിയോ അടുത്തടുത്ത് കാണുമ്പോൾ വേഗം ചെയ്തു പോകുന്ന പോലെ തോന്നിയാലും ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സമയം പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു 3-4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ ഈ 2 സൈഡും മാത്രമേ, 2 കബോർഡും ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. ഡീപ്പ് ക്ലീനിങ്ങിന് ഇനി ബാക്കി ഫുള്ളായിട്ട് കിടക്കുകയാണ്. അത് അടുത്ത പാർട്ടിലാണ് കാണിക്കുന്നത്. എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അതുപോലെ നിങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് ടിപ്സാണ് ഉപയോഗിക്കുന്നതെന്നും പറയണേ. അപ്പോൾ എനിക്കിനി അടുത്ത തവണ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. എല്ലാവർക്കും താങ്ക്